ഇന്ന് വളരെ സന്തോഷത്തോടെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയതാണ്. ഏട്ടൻ എനിക്കിന്ന് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ മേടിച്ചിട്ടാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ഹാപ്പി ആയിട്ട് ഇറങ്ങി നമ്മൾ ചെടിച്ചട്ടി മേടിക്കാൻ ഏകദേശം എത്താറായപ്പോഴുണ്ട് മോള് നിൽക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് കോൾ വന്നു. മോൾക്ക് കാലിന് തീരെ സുഖമില്ല, പെട്ടെന്നൊന്ന് വരണം, ഹോസ്പിറ്റലൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളങ്ങനെ അങ്ങോട്ട് ഹോസ്റ്റലിലോട്ട് പോയി ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് കാല് തീരെ വയ്യ. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ. അപ്പം കൊണ്ടുപോയപ്പോഴത്തേക്ക് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് അവൾക്ക്. അവൾ ഫുട്ബോളിലൊക്കെ ഉള്ളത്, അപ്പോൾ ബൂട്ടിന് ചവിട്ട് കിട്ടിയതാട്ടോ. അപ്പോൾ അവൾക്ക് നാളെ ഒരു മാച്ച് ഉണ്ടായിരുന്നു അവൾക്ക്, പക്ഷേ കളിക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല, 10 ദിവസത്തെ റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എൻ്റെ കരയണോ? സങ്കടം മാറാനായിട്ട് ഞാൻ മോളോട് പറഞ്ഞു, വാ നമുക്ക് പോയി അടിപൊളി ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര പ്രതീക്ഷയോടെ ഒരു കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം ആ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചപ്പോഴും അടിപൊളി നാരങ്ങ വെള്ളമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനും മൂത്ത മോളും അനിയനും കൂടി ഇപ്പോൾ ഒരു ദിവസം കുടിച്ചത്, അവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഏട്ടൻ്റെ അടുത്ത് മോളോടും പറഞ്ഞു, അടിപൊളി ഒരു നാരങ്ങ വെള്ളം നിങ്ങൾക്ക് മേടിച്ച് തരാം എന്നൊക്കെ, ചില്ലേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയി. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വൃത്തികെട്ട നാരങ്ങ കുടിച്ചിട്ടില്ല. അന്നത്തെ ദിവസം എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല. ആ ചേച്ചി തന്ന നാരങ്ങ ഒട്ടും കുടിക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഏട്ടനാണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അത് ഒഴിച്ച് കളഞ്ഞു, കുടിച്ചില്ല, ഫുൾ അങ്ങനെ തന്നെ കളഞ്ഞു. എനിക്ക് പിന്നെ ഒരു മടി, അവർക്ക് വിഷമാണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും അത് കുടിച്ചിറക്കി കേട്ടോ. എന്നിട്ട് ആ ചേച്ചിയോട് ചോദിച്ചു, മോളെ എന്ത് പറ്റി, മധുരം ഇല്ലായിരുന്നു? ഞാൻ പറഞ്ഞില്ല, അവർക്ക് തൊണ്ടവേദനയാന്ന് പറഞ്ഞു. നമുക്കല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ശരിക്കും നല്ലൊരു നാരങ്ങ വെള്ളം ആയിരുന്നു കേട്ടോ കഴിഞ്ഞ 2 പ്രാവശ്യവും. ഇനി എനിക്ക് അവിടുത്തെ വെള്ളം കൊള്ളാമെന്നൊന്നും പറയാൻ പറ്റില്ല, ഏട്ടൻ എൻ്റെ തലക്കടിച്ച് കൊല്ലും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.